പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നൽകുന്ന എല്ലാ നന്മകളും അത് കർത്താവ് തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളുടെ അവകാശമാണ്. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ വർഷത്തിന്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അറിയിക്കും. ഈ പുതിയ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെയും സമൃദ്ധിയുടെയും നിറവിന്റെയും വർഷമായി തീരട്ടെ. ഹല്ലേലൂയ. ഒരു പുതിയ തുടക്കം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കാം. എന്നാൽ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ആലോചന, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക അല്ല വേണ്ടത്, നിങ്ങളെക്കുറിച്ച് കൂടുതൽ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതായത് ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവാണ് നിങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നത്. തീരുമാനമല്ല നിങ്ങളുടെ തിരിച്ചറിവിനെ സ്വാധീനിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ തിരിച്ചറിവ്, ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവ്, അതേ കാലഘട്ടത്തിന്റെ ഇന്ന് വരെ നിങ്ങൾ കണ്ടതിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് വരെ കണ്ടതിൽ, സാഹചര്യങ്ങളിൽ നിങ്ങളെ തടഞ്ഞതും തളർത്തിയതും നിരാശപ്പെടുത്തിയതുമായ പല മേഖലകളെയും തകർത്തു മുന്നേറുന്ന ഒരു വർഷമായി ഈ വർഷം തീരട്ടെ. ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു. യേശു ആത്മാവിന്റെ ശക്തിയോടെ. നമ്മൾ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൽ 35-ാം വാക്യം നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, യേശുവിന്റെ ജനനത്തെ കുറിച്ച് മറിയോട് അറിയിക്കാൻ വന്ന ദൂതൻ അവളിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രത്യേക പദവിയെ കുറിച്ച്, കൃപ ലഭിച്ചവളെ എന്നൊക്കെ വന്ദനം ചെയ്യുമ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. അവൾ കേട്ട ദൂതനോട് അവൾ പ്രതികരിച്ചത് ഇങ്ങനെയാ, കർത്താവേ, എനിക്കൊരു പുരുഷനെ അറിയത്തില്ല, ഇത് എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉൽപാദിതമാകുന്ന പുരുഷൻ. അപ്പൊ യേശുക്രിസ്തു ആത്മാവിനാൽ ഉളവായവനാണ്. അപ്പൊ ആത്മാവാണ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണ് യേശുവിന്റെ ജനനത്തിന് കാരണമായി മാറുന്നത്. അതാണ് പരിശുദ്ധാത്മാവിന്റെ, ആത്മാവിന്റെ ശക്തി. അപ്പോൾ നമ്മള് അതേ കാര്യത്തെ തുടർന്ന് ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുമ്പോൾ അവൻ ആത്മാവിന്റെ നിറവോടെ മരുഭൂമിയിലേക്ക്, ആത്മാവിന്റെ നിറവോടും. സ്നാനപ്പെട്ട് യോർദാനിൽ നിന്ന് കയറിയവനെ യേശു പുറപ്പെടുന്നത് ആത്മാവിന്റെ നിറവോടുകൂടി. ആത്മാവിന്റെ നിറവോടുകൂടി പുറപ്പെട്ടു പോകുന്ന യേശുവിനെ കുറിച്ച് പിന്നീട് നാം കാണുന്നത് ആത്മാവിന്റെ ശക്തിയോട്. അതേ ഈ കാലഘട്ടങ്ങളിൽ, ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം, എന്നോട് ദൈവാത്മാവ് ഇടപെട്ടത്, എന്റെ ഉള്ളിൽ തന്ന ആ ദൈവിക ദർശനം ഇതാ, നിറവിൽ നിന്ന് ശക്തിയിലേക്ക് കുതിക്കുന്ന ഒരു വർഷം. ട്രമെൻഡസ് ഓവർവെൽമിംഗ് ഗ്ലോറി. അതായത് അസാധാരണമായ മനോഹരമായ ദൈവ മഹത്വത്തിന്റെ വർഷമായിട്ട് ഈ വർഷത്തെ കർത്താവ് മാറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നിറവുള്ളവനായ യേശു, നിറവിൽ ആ മരുഭൂമിയിലേക്ക് പോയവനെ യേശുവിനെ കുറിച്ച് നമ്മൾ കാണുന്ന കാര്യം ഇതാണ്, യേശുവിനെ പിശാച് പരീക്ഷിച്ചു. ആത്മാവിന്റെ നിറവുള്ളവനായ, നിറഞ്ഞവനായ യേശുവിനെ പിശാച് പരീക്ഷിച്ചു. എന്നാൽ ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെട്ടു പോയി യേശുവിനെ കണ്ടപ്പോൾ പിശാച് ഭയന്ന് നിലവിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? നീ അത്യുന്നതനായ ക്രിസ്തുവെന്ന് ഞാൻ അറിയുന്നു, അത്യുന്നതന്റെ പുത്രനെന്ന് ഞാൻ അറിയുന്നു. നിലവിളിച്ച് ഓടാൻ തുടങ്ങി. നമസ്കരിക്കാൻ പ്രലോഭിപ്പിച്ചവനായ പിശാച്, കല്ലിനെ അപ്പമാക്കി തീർക്കുവാനായിട്ട് പ്രലോഭിപ്പിച്ചവനായ പിശാച്, ഗോപുരത്തിന്റെ ഉയരത്തിൽ നിന്ന് ചാടുവാനായിട്ട് പ്രലോഭിച്ചവനായ പിശാച് ഇപ്പോൾ കർത്താവിനെ കാണുമ്പോൾ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. കാരണം നിറവിൽ നിന്ന് ശക്തിയിലേക്കുള്ള കുതിപ്പാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിറവുള്ളവര്, ആത്മാവിന് നിറവുണ്ട്, ആത്മാവിൽ ജനിച്ചവരാണ്, ആത്മാവിന് നിറവുണ്ട്. പക്ഷെ ആ നിറവിനോ ആത്മാവിൽ ജനിച്ചതിന്റെയോ പൂർണ്ണതയും തികവും കാണാൻ കഴിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മടുത്തിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്തുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന ഒരു വർഷമായിട്ട്, നിങ്ങളുടെ അകത്തുള്ള തെരഞ്ഞെടുപ്പിനെ വെളിപ്പെടുത്തുന്ന ഒരു വർഷമായിട്ട്, ഇതുവരെയും മറഞ്ഞിരുന്നത്, ഇതുവരെയും ഒതുങ്ങിയിരുന്നത്, ഇതുവരെയും ഭയന്ന് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അവ്യക്തതയുടെ മുമ്പിൽ നിന്നവർ ഈ ദിവസങ്ങളിൽ ആ ഭയത്തെ കുടഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്കുന്ന സീസണായിട്ട് കർത്താവ് മാറ്റാം. അതെ, എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടമായിട്ട്.
തകർച്ചയിൽ നിന്ന് അതിനെ കുടഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു സീസണായിട്ട് മാറാം. നിറഞ്ഞവനായ, ആത്മാവിൽ നിറഞ്ഞവനായ യേശു, ആ യേശുവിനെ പിശാച് പരീക്ഷിച്ചു. പക്ഷേ ആത്മാവിനെ ശക്തി പ്രാപിച്ച യേശുവിന്റെ മുമ്പിൽ പിശാചിന് നിൽക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ പലപ്പോഴും പരീക്ഷിച്ചതും നിങ്ങളെ പലപ്പോഴും വീഴ്ത്തിക്കളഞ്ഞതുമായ വിഷയങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ തന്നെ ഭയന്നുപോയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഈ സീസൺ, ഈ വരുന്ന വർഷം, ഈ പുതിയ വർഷം, നിങ്ങൾ എവിടെ വീണോ, നിങ്ങളെ ഏതൊക്കെ വിഷയത്തിന് മുമ്പിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു, ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾ കാത്തിരുന്ന് മടുത്തോ, അതിന്റെ മേലെല്ലാം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ബ്രേക്ക് ത്രൂ, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൈവിക വിടുതൽ എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുക. അത് നിങ്ങളുടെ തീരുമാനത്തിലൂടെയല്ല, നിങ്ങളുടെ തിരിച്ചറിവിലൂടെയാണ്. ക്രൈസ്റ്റ് ഹു ഈസ് ഇൻ യു, ക്രിസ്തു, നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. അതെ, ക്രിസ്തു വസിച്ചവനായ യേശു, ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ചലിച്ചവനായ യേശു, ആ പുത്രത്വത്തിന്റെ വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തെ ഈ ദിവസങ്ങളിൽ മാറ്റിമറിക്കാം. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു സീസണിലേക്ക് കർത്താവ് നിങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുക. ഇതുവരെ നിങ്ങൾ ആയിരുന്ന പോലെ ആയിരിക്കുകയില്ല. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദർശനങ്ങളെ പരിഹസിച്ചവർ കണ്ടേക്കാം, നിങ്ങളുടെ ദർശനങ്ങളെ ചോദ്യം ചെയ്തവർ കണ്ടേക്കാം, നിങ്ങളുടെ ദർശനത്തെ അതിന് വിപരീതമായി സംസാരിച്ചവർ കണ്ടേക്കാം, അതിനെ ഒരുപക്ഷെ വാൺ ചെയ്തവർ കണ്ടേക്കാം. അങ്ങനൊന്നും പറയരുത് എന്നൊക്കെ നിങ്ങളെ വാൺ ചെയ്തവർ കണ്ടേക്കാം. പക്ഷേ ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ നടക്കുന്ന ദൈവപ്രവൃത്തി, അതായത് ആത്മാവിന് നിറവിലായ നിങ്ങൾ കണ്ട ദർശനം ആത്മാവിനെ ശക്തിയിലെത്തുമ്പോൾ അത് നിവർത്തിക്കപ്പെടാം. അതെ, ഹല്ലേലൂയ. അവിടെ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. എന്നാൽ പ്രിയപ്പെട്ട ഹല്ലേലൂയ, യോഹന്നാൻ സ്നാപകൻ കണ്ടത് ദൈവത്തിന്റെ കുഞ്ഞാടിനെ. എന്നാൽ അപ്പോസ്തലനായ യോഹന്നാൻ കണ്ടത് അടിക്കപ്പെട്ട കുഞ്ഞാടായവനും യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവനെയാ കണ്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ അടിക്കപ്പെട്ട കുഞ്ഞാട്, ആമേൻ, ആത്മാവിന്റെ നിറവിൽ, അതായത് ഹല്ലേലൂയ, അടിക്കപ്പെട്ടവനായ കുഞ്ഞാട്, അവരാരും പറഞ്ഞില്ല ആ അടിക്കപ്പെട്ട കുഞ്ഞാടിനകത്ത് മറഞ്ഞിരിക്കുന്ന യഹൂദാ ഗോത്രത്തിന്റെ സിംഹം. ഒരുപക്ഷെ നിങ്ങൾ അടിക്കപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കഴിഞ്ഞെങ്കിൽ ഇനി അങ്ങനല്ല. ദാവീദ് ഗോത്രത്തിന്റെ വേരും ദാവീദ് ഗോത്രത്തിന്റെ സിംഹവുമായവൻ നിങ്ങളകത്ത് വെളിപ്പെടുന്ന ഒരു കാലഘട്ടമായി. അതെങ്ങനെ സംഭവിക്കും? തീരുമാനം കൊണ്ടല്ല, തിരിച്ചറിവ് കൊണ്ട്. തീരുമാനം കൊണ്ടല്ല, തിരിച്ചറിവ് കൊണ്ട്. അതേ പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, സക്കറിയാവിന്റെ ജീവിതത്തിൽ ഒരു ദൈവിക ദർശനം ഉണ്ടായി. ധൂപം കാട്ടാനായിട്ട് അവന് നറുക്കു വീണു, ധൂപം കാട്ടാനായിട്ട് കയറി. എന്നാൽ അവിടെ വെച്ചൊരു ദൈവിക ദർശനമാണ് ലഭിച്ചു. ആ ദർശനം എങ്ങനെയാണ്? നിന്റെ ഭാര്യയായ എലിസബത്ത്, അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടും. അവിടെ നാളുകളായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷെ പ്രാർത്ഥനയുടെ മറുപടി വന്നപ്പോ സക്കറിയാവിനൊരു സംശയം. അതെങ്ങനെ സംഭവിക്കും? ദൂതൻ പറഞ്ഞു, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ നീ സംശയിച്ചതുകൊണ്ട് അത് സംഭവിക്കുന്നത് വരെ നീ മൗനമായിരിക്കും. നീ നിനക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. ദർശനം ലഭിച്ച യോഹന്നാനാണ്. ദൈവിക പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സക്കറിയാവ്, ദർശനം ലഭിച്ച സക്കറിയാവ്, ധൂപപീഠത്തിൽ ധൂപം കാണിക്കാൻ ചെന്ന സക്കറിയാവ്, പുരോഹിതനായ സക്കറിയാവ്. എന്നാൽ ആ സക്കറിയാവ് പിന്നെ മിണ്ടാൻ കഴിഞ്ഞില്ല. അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? സക്കറിയാവ് സ്പിരിറ്റിൽ കൺസീവായി, ആത്മാവിൽ അവൻ കൺസീവായി ഗർഭം ധരിച്ചു യോഹന്നാനെ. നമുക്കറിയാം, എലിസബത്ത് ഗർഭിണിയായി മകനെ പ്രസവിച്ചു.
അപ്പോഴ് കൂടെ വന്നവരെല്ലാം ചോദിച്ചു എന്ത് പേരിടണം. എലിസബത്ത് പറഞ്ഞു യോഹന്നാനെന്ന് പേരിടണം. പക്ഷെ അതുകൊണ്ട് ഉടൻ തന്നെ തീരുമാനമൊന്നും എടുത്തില്ല. സക്കറിയാനോട് ചോദിച്ചു എന്ത് പേരിടണം. ഒരു എഴുത്തുപലക വാങ്ങിച്ച് എഴുതി കാണിച്ചു യോഹന്നാൻ. അപ്പോൾ തന്നെ അവന്റെ നാവ് തുറന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, പ്രവചിക്കുന്നവനായിട്ട് അവൻ മാറി. ദൈവിക വെളിപ്പാട്, അരുളപ്പാടുകൾ വിളിച്ചു പറയുന്നവനായിട്ട് അവൻ മാറി. പുതിയ സന്ദേശം അവനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദൈവജനത്തിന്റെ രക്ഷയെക്കുറിച്ച്, ഉദ്ധാരണത്തെക്കുറിച്ച് സക്കറിയാവ് പറയാൻ തുടങ്ങി. ഇതുവരെ മൗനമായിട്ടിരുന്നവൻ ഒരു പുതിയ ദൂത് പറയാൻ തുടങ്ങി. അവൻ പറഞ്ഞപ്പോഴാണ് യോഹന്നാന്റെ പേര് സ്ഥാപിക്കപ്പെട്ടത്, ഉറപ്പിക്കപ്പെട്ടത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില ദർശനങ്ങൾ ലഭിച്ചിട്ട് നിങ്ങൾ നിശബ്ദരായിരിക്കുകയാണ്. പല കാരണങ്ങളായിരിക്കാം. നിങ്ങളുടെ സംശയമായിരിക്കാം, അവിശ്വാസമായിരിക്കാം, ഭയമായിരുന്നിരിക്കാം. ഒരുപക്ഷെ ചുറ്റുപാടുകളുടെ സ്വാധീനം കൊണ്ടായിരിക്കാം ദർശനം ലഭിച്ചിട്ട് നിശബ്ദമായി നിങ്ങൾ നാടുകൾ കഴിഞ്ഞുകൂട്ടിയെങ്കിൽ. ആമേൻ. ഇന്ന് ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ സ്പിരിറ്റിൽ കൺസീവ് ചെയ്ത്, സ്പിരിറ്റിൽ ഗർഭം ധരിച്ച ചിലതിനെ, ആത്മാവിൽ പ്രാപിച്ചെടുത്ത ചില ദൂതുകൾ, ആത്മാവിൽ പ്രാപിച്ചെടുത്ത ചില വാഗ്ദത്തങ്ങളെ കണ്ട് അവയെ പേർ വിളിച്ച്, അവയെ കണ്ണുകൊണ്ട് കാണുന്ന, അവയെ തൊടുന്ന, അതിനെ പ്രാപിച്ചെടുക്കുക മാത്രമല്ല, ആമേൻ, ആത്മാവിൽ, ആമേൻ, ഹല്ലേലൂയ, ഇതുവരെ നിങ്ങൾ നിശബ്ദമായിരുന്നത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്നത് പോലെ, ആമേൻ, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാതിരുന്ന കാലഘട്ടം മാറി. ആമേൻ, നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങൾക്ക് കാര്യങ്ങളെ പറയാനോ പ്രഖ്യാപിക്കാനോ കഴിയാതെ നിങ്ങൾ തളർന്നു പോയിരുന്നെങ്കിലും, ആമേൻ, ചില കാര്യങ്ങൾ നിങ്ങൾ നിർത്തപ്പെട്ടിരുന്നെങ്കിലും, സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിരുന്നെങ്കിലും, സീസൺ മാറുക, സീസൺ മാറുക, സീസൺ മാറുക. ദൈവദൂതനാ പറഞ്ഞത്, അത് സംഭവിക്കുന്നത് വരെ നീ മിണ്ടാതിരിക്കുക. അതായത് തക്ക സമയം. ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ, ചിലരുടെ ജീവിതത്തിനകത്ത്, ആമേൻ, അതെ ചില സീസൺ ആരംഭിക്കുക. ആമേൻ, it will be a great year for you. It's a great season for you. ഇതുവരെ ആമേൻ, ഞാൻ പറയട്ടെ, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രമിച്ചിട്ട്, നിങ്ങൾ ഓടിയിട്ട്, ഹല്ലേലൂയ, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യം, പലരും നിങ്ങളെ സഹായിച്ചിട്ടും സാധിക്കാതെ പോയ കാര്യം, ഈ ദിവസങ്ങളിൽ അതെ ഡ്യൂ ടൈം, കർത്താവിന്റെ സമയമായിരിക്കുക, കർത്താവിന്റെ സമയമായിരിക്കുക. അതെ, നിങ്ങളുടെ നാവിനെ തുറക്കുന്നു, നിങ്ങളുടെ ദർശനത്തെ വിളിച്ചു പറയുന്നു. ഇതുവരെ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളൊരു പുരോഹിതനായി മാത്രം ഇരുന്ന സക്കറിയാവ് പ്രവചിക്കാനായിട്ട് തുടങ്ങി. അതെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ കാലഘട്ടത്തിൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു പുതിയ അഭിഷേകത്തിന്റെ, പുതിയ കൃപയുടെ, പുതിയ തിരിച്ചറിവിന്റെ, പുതിയ ധൈര്യത്തിന്റെ, നിങ്ങളിൽ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുന്ന ഒരു കാലമായി മാറുക. ഒന്നിനും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്തവണ്ണം കർത്താവിന്റെ പ്രവൃത്തി നിങ്ങളെ വെളിപ്പെടുന്ന സീസണാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഹല്ലേലൂയ, ആമേൻ, ആ യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തി. ഹല്ലേലൂയ. അവിടെയാണ് സ്വർഗം പ്രഖ്യാപിക്കുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ. അവിടുന്നാണ് യേശു ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെട്ടു പോകുന്നത്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഇതുവരെയും നിങ്ങൾ നിറവ് പ്രാപിച്ചിട്ടും ശക്തി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഇല്ല, ആ കാലം കഴിഞ്ഞു. നിങ്ങളിൽ ശക്തി വെളിപ്പെടുന്ന ഒരു കാലമായി മാറുക, ശക്തി വെളിപ്പെടുന്ന ഒരു കാലമായി ഇത് മാറുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആ സക്കറിയാവിന്റെ ജീവിതത്തിൽ അടഞ്ഞു പോയത്, തുറക്കാൻ കഴിയാതിരുന്ന നാവ്, ആമേൻ, ആ യോഹന്നാൻ എന്ന പേര് എഴുതിയപ്പോൾ അവന്റെ നാവ് തുറന്നെങ്കിൽ, അതെ, ഹല്ലേലൂയ, ആ ദർശന പ്രാപ്തിയെങ്കിൽ ആ നാവ് തുറന്നെങ്കിൽ, ഇന്ന് കർത്താവ് പറയുക, അടഞ്ഞു കിടക്കുന്ന ചിലതിനെ കർത്താവ് തുറക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇതുവരെയും നീ നിശബ്ദമായിരുന്നെങ്കിൽ, ഇതുവരെയും നീ സംസാരിക്കാൻ കഴിയാത്തവനായിരുന്നെങ്കിൽ, that time is over. That time is over. ആ സമയം കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു. Praise God. Hallelujah. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ദൈവജനം അടിമത്വത്തിൽ നിന്ന് പുറത്തിറങ്ങി. അടിമത്വത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വെല്ലുവിളികൾക്ക് ഒരു കുറവില്ല. കൂടെ വെല്ലുവിളികൾ. വെള്ളത്തിന്റെ പ്രശ്നം, ആഹാരമില്ല, രോഗം, പല ചലഞ്ചുകൾ അവരുടെ യാത്രാമധ്യമുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അവർ വാഗ്ദത്ത ദേശത്തേക്ക് കാലെടുത്ത് വെച്ചു. അവരുടെ അവസ്ഥകളെ മാറ്റുന്നത്, അവസ്ഥകൾ മാറുന്നത് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വാഗ്ദത്തം പ്രാപിച്ച് നിങ്ങൾ നടന്നിട്ടു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില വെല്ലുവിളികൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നെങ്കിൽ,
ഇല്ലില്ല. നിങ്ങൾ ഇനി വാഗ്ദത്തം പ്രാപിച്ച യാത്രക്കാരല്ല, വാഗ്ദത്തം പ്രാപിച്ച ദേശക്കാരാണ്. അവർ വാഗ്ദത്തം പ്രാപിച്ചു, നടന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ വാഗ്ദത്ത ദേശത്തെത്തി. ഈ ദിവസങ്ങൾ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വാഗ്ദത്തം പ്രാപിച്ചവരായിട്ടും രക്തത്തളിപ്പ് ആചരിച്ചവരായിട്ടും യാഗം അർപ്പിച്ചവരായിട്ടു പോലും അത്ഭുതങ്ങൾ കണ്ടവരായിട്ടു പോലും ദൈവം തന്നെ പറഞ്ഞു, ഞാൻ എന്റെ ജനത്തെ വിടുവിക്കാനായിട്ട് വന്നിരുന്നു. എന്റെ ജനം, എന്റെ ആദ്യജാതൻ, ഏകജാതൻ എന്നൊക്കെയാണ് ആ ജനത്തെ ദൈവം അഭിസംബോധന ചെയ്തത്. ആ ജനം പ്രതിസന്ധികളുടെ മുമ്പിൽ കൊടുക്കും. മരുഭൂമി യാത്രയിൽ അവർ തകർച്ചയിൽ കൊടുക്കും. പക്ഷേ കർത്താവിന്റെ മഹത്വം പിന്നത്തതിൽ കാണാൻ കഴിയുന്നത്, കർത്താവിന്റെ പദ്ധതി മരുഭൂമി കൊണ്ട് തീർക്കുന്നതായിരുന്നില്ല, മാറ കൊണ്ട് തീർക്കുന്നതായിരുന്നില്ല, എരിഹോ കൊണ്ട് തീർക്കുന്നതായിരുന്നില്ല. അവരോട് എന്ത് ദൂത് പറഞ്ഞോ അവിടെ കൊണ്ടുപോയ 12 ഗോത്രത്തിനും ആ 12 ഗോത്രത്തിനും അവർക്ക് ആവശ്യമുള്ള നിലം കൊടുക്കുന്നത് വരെ ദൈവം അവർക്കായി പ്രവർത്തിച്ചു, അതിന്റെ പൂർണ്ണ നിവർത്തി വരെ. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ വാഗ്ദത്തം പ്രാപിച്ചവരാണ്, നിറവ് പ്രാപിച്ചവരാണ്, ശക്തി പ്രാപിച്ചവരാണ്, ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ചവരാണ്. പക്ഷെ ഇപ്പോഴും ചലഞ്ചുകൾ ജീവിതത്തിൽ ഇങ്ങനെ ഒഴുകുകയാണ്. അവസ്ഥകൾ മാറുന്ന ഒരു സീസണാണ്, അവസ്ഥകൾ മാറുന്ന ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ ദൈവം ശമൂവേൽ എന്ന പ്രവാചകനെ അയച്ച്, പുരോഹിതനെ അയച്ച് ദാവീദിനെ രാജാവായിട്ട് സഹോദരങ്ങളുടെ നടുവിൽ വെച്ച് അഭിഷേകം ചെയ്തു. അഭിഷേകം പ്രാപിച്ചു ദാവീദ്, അഭിഷിക്തനായി മാറിയ ദാവീദിന് മേൽ അഭിഷേകം പകരപ്പെട്ടു. അഭിഷേകം പ്രാപിച്ച ദാവീദിന്റെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പ് നമ്മൾ കാണുമ്പോൾ വെല്ലുവിളികളാണ്. നമുക്കറിയാം, ഗോലിയാത്തിന് മുമ്പിൽ നിന്നപ്പോൾ ഒരിടത്തും ദാവീദ് പതറിയില്ല. ദാവീദ് ഗോലിയാത്ത് ചോദിച്ചു, ഞാൻ എന്നെ നായാണോ നീ എന്റെ നേരെ കല്ലുമായിട്ട് വരാനായിട്ട്? ദാവീദ് അതിനോടൊന്നും പ്രതികരിച്ചില്ല. ദാവീദ് പറഞ്ഞ ഒറ്റ കാര്യം, എന്റെ ദൈവം നിന്നെ ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിച്ചത്, നിന്നെ എന്റെ കയ്യിൽ എന്റെ ദൈവം ഏൽപ്പിച്ചു തരും. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ആ ഗോലിയാത്തിന് മുമ്പിൽ ഒരിക്കലും പതറിയില്ല ദാവീദ്, പതറിയില്ല. വലിയ ജയമാണ് ദാവീദിൽ കൂടെ ജനത്തിന്, ആ രാജ്യത്തിന് ദൈവം നൽകിയത്. പക്ഷെ പിന്നത്തതിൽ ദാവീദിന്റെ ജീവിതം നോക്കിക്കേ, ശൗൽ മുഖാന്തരം ആ ദേശത്തെ എല്ലാവർക്കും ശൗല് കൽപ്പന കൊടുത്തിരിക്കുക, അവനെ എവിടെ കണ്ടാലും കൊന്നിട്ട് ഓടി നടക്കുക. എന്നിട്ട് ശൗലിനെ കണ്ടുമുട്ടിയ ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ ആരെയാ തേടി നടക്കുന്നത്? ഒരു ചെള്ളിനെയോ ഒരു ചത്ത നായോ? ദാവീദ് പറയുന്ന വാക്ക്, അഭിഷിക്തനായ ദാവീദ് പറയുക, ചത്ത നായ്. തന്നെ കുറിച്ച് തന്നെ അവൻ പറയുക. ഗോലിയാത്തിന്റെ മുമ്പിൽ ഒരു നായെ കൈകാര്യം ചെയ്യുന്ന പോലെ ഒരു ശക്തനായ അധികായനെ കൈകാര്യം ചെയ്ത ദാവീദ ഇപ്പൊ പറയുകയാണ്, ഞാൻ ഒരു വിലയില്ലാത്ത. പ്രതിസന്ധികളുടെ നടുവിൽ ദാവീദ് വിളിച്ചു പറഞ്ഞു, ഇനി രക്ഷയൊന്നുമില്ല, ഞാൻ എന്നെങ്കിലും ഒരു ശൗലിന്റെ കൈ കൊണ്ട് മരിക്കുകയുള്ളൂ. ദാവീദ് പറഞ്ഞ വാക്ക്. പക്ഷെ നമുക്കറിയാം, 2 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായത്തിൽ യഹൂദാ ഗോത്രം ഒരുമിച്ച് വന്നവനെ രാജാവായിട്ട് അഭിഷേകിച്ചു. 2 ശമൂവേൽ 5-ാം അധ്യായത്തിൽ കാണുന്നത്, ആ ജനം ഒരുമിച്ച് വന്ന്, സകല ഗോത്രക്കാരും ഒരുമിച്ച് വന്ന് അവരുടെ രാജാവായിട്ട് അവനെ അഭിഷേകിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ അഭിഷേകം ഉണ്ടായിട്ട് നിങ്ങൾക്ക് വാഴ്ചയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവരോടുള്ള ദൂതായിരുന്നു. അതെങ്ങനെയാ? തീരുമാനങ്ങളല്ല, തിരിച്ചറിവിനാണ്. നിങ്ങൾ യേശുവിന്റെ മരണ പുനരുത്ഥാനത്താൽ നിങ്ങൾ ആരായി മാറി, നിങ്ങളുടെ പൊസിഷൻ എന്താണ്, നിങ്ങളെ ദൈവം ഏത് നിലയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന കുറെ തീരുമാനങ്ങളല്ല ഈ വർഷം നിങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നത്, നിങ്ങളുടെ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ഇവിടെ ദാവീദ് അവിടെ ഹല്ലേലൂയ പിന്നത്തതിൽ അവിടെ എല്ലാം നേതാവായിട്ട് അവനെ കർത്താവ് കൊണ്ടുപോയിരുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അഭിഷേകം ഉണ്ടായിട്ട് നിങ്ങൾക്ക് കടന്നു കയറാൻ കഴിയാത്ത പാതകളിൽ തടയപ്പെട്ട് നിൽക്കുകയാണ്.
ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില മാർഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. ഈ പുതിയ വർഷം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അതെ ഹല്ലേലൂയ ആമേൻ നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു സീസൺ. നമുക്കറിയാം യോസഫിന്റെ ജീവിതത്തില് യോസഫിനെ സഹോദരങ്ങൾ വിറ്റുകളഞ്ഞ യോസഫിനെ കുറിച്ചുള്ള ഓർമ്മ പോലും മറക്കുന്നത് പോലെ ആയി കഴിഞ്ഞു. അവര് ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോ യാക്കോബ് അവരെ പറഞ്ഞയച്ചു, ഇസ്രായേലിൽ ഭക്ഷണം പോയി വാങ്ങിച്ചോളൂ. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോ യോസഫ് അവരോട് ഒരു പരിചയഭാവവും നടിച്ചില്ല. എന്നാൽ യോസഫ് തിരിച്ചറിഞ്ഞു. എന്നാൽ പിന്നെ നാം കാണുന്ന ഒരു കാര്യമില്ല. രണ്ടാമത്തെ വരവെങ്കിൽ യോസഫ് തന്നെ വെളിപ്പെടുത്തി. അങ്ങനെ വചനം പറഞ്ഞത്, തന്നെ വെളിപ്പെടുത്തി. യോസഫ് തന്നെ വെളിപ്പെടുത്തിയപ്പോ അവിടെ വേറെ ആരുമില്ലായിരുന്നു. യോസഫ് തന്നെ സഹോദരങ്ങൾക്ക് വെളിപ്പെടുത്തിയപ്പോ മറ്റാരും അവിടെ ഇല്ലായിരുന്നു. അവിടെ വലിയൊരു നിലവിളിയാണ്, വലിയൊരു കരച്ചിലാണ് ഉണ്ടായത്. ഫറവോന്റെ അടുക്കൽ ദൂതെത്തി യോസഫിന്റെ സഹോദരങ്ങൾ എത്തിയിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിലും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അധികാരമുണ്ടായിട്ടും നിങ്ങൾക്ക് ശക്തി ഉണ്ടായിട്ടും ആമേൻ ഇതുവരെ വാക്തത്വ നിവർത്തി എന്താണെന്നറിയാം? ഈ ദേശത്ത് നീ വലിയ ആളാകുമെന്നുള്ളതല്ല വാക്തത്വം. ഈ ദേശത്ത് നീ എന്തെങ്കിലും ആകുമെന്നുള്ളതല്ല വാക്തത്വം. അത് സംഭവിക്കും. പക്ഷെ അതിനപ്പുറം ഒരു ദൂതുണ്ട്. നിന്റെ സഹോദരങ്ങൾ നിന്നെ നമസ്കരിക്കും. അവിടെ മുമ്പിൽ യോസഫ് തന്നെ വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഞാൻ യോസഫ് ആകുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ കാലം വരെയും ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിളിയുണ്ട്, ദർശനമുണ്ട്, ഹല്ലേലൂയ, അധികാരമുണ്ട്. യോസഫിനെ സംബന്ധിച്ച് അധികാരമുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. പക്ഷെ യോസഫിന് എന്തില്ല? ആ ദർശനത്തെ വെളിപ്പെടുത്താനായിട്ട് സഹോദരങ്ങളുടെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സീസൺ വന്നില്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുക, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ നിങ്ങളെ ഇതുവരെ നിങ്ങളെ ഒതുക്കി വെച്ച മേഖലകളുടെ മറ നീക്കി ഹല്ലേലൂയ നിങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്ന പോലെ ആമേൻ ഹല്ലേലൂയ അതിനൊരു കാലം, അതായത് നിങ്ങളോട് കർത്താവ് എന്തു പറഞ്ഞോ അതിന്റെ നിവർത്തിയുടെ ആ വെളിപ്പാടിന്റെ നിവർത്തി, ആ ദർശനത്തിന്റെ നിവർത്തി, ആ ദൂതിനെ നിവർത്തി, പ്രവചന നിവർത്തി കാണുന്ന ഒരു വർഷമായിട്ട് ഈ വർഷത്തെ കർത്താവ് മാറ്റാം. ഒരുപക്ഷെ നിങ്ങൾ ഭീതിയോടായിരിക്കും, ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. ഈ കേൾക്കുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഈസിയാണ്, പറയുന്നവർക്ക് പറയാനും ഈസിയാണ്. ഇത് സാധ്യമാണോ? നിങ്ങളുടെ അകത്ത് പലപ്പോഴും സംശയം നിങ്ങളെ ചുറ്റിക്കെട്ടിയിരിക്കാതിരിക്കാം. പക്ഷെ ഇന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ജനം ഒരുമിച്ച് പുറത്തിറങ്ങി, അടിമത്വത്തിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്ന ജനം അവരുടെ യാത്രാ മധ്യയിൽ അവർ മേഘത്തിന് കീഴിലാണ് നടക്കുന്നത്. മേഘത്തിന് കീഴിൽ നടക്കുന്ന ജനത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അവർ ഹല്ലേലൂയ മേഘത്തിന്റെയും അഗ്നിസ്തംഭത്തിന്റെയും കീഴിൽ അവർ നടക്കുമ്പോ തന്നെ അവർ ഹല്ലേലൂയ ചെങ്കടലിന് മുമ്പിൽ നിന്നപ്പോ ഫറവോനെ കണ്ടപ്പോ അവര് ഭയത്തിന് കീഴിലായി. അപ്പൊ അവര് ഇതുവരെയും അവർ നയിക്കപ്പെട്ടത് 430 വർഷത്തെ അടിമത്വത്തിന്റെ സ്പിരിറ്റിൽ നിന്ന് അവർ പുറത്തു വന്നിട്ടില്ല. അവർ പുറത്തു വന്നു, എവിടുന്ന്? ദേശത്തു നിന്ന് പുറത്തു വന്നു. പക്ഷെ മനോഭാവത്തിൽ ഇപ്പോഴും അടിമകളായി തന്നെ ഇരിക്കുക. അതുകൊണ്ട് മേഘത്തിന്റെ തണലിൽ നിൽക്കുന്നവർ, അഗ്നിയുടെ തണലിൽ നിൽക്കുന്നവർ, അവരിപ്പോൾ അടിമത്വത്തിന്റെ തണൽ, ഭയത്തിന്റെ തണൽ, ആ അവസ്ഥയിൽ നിൽക്കുന്ന ജനത്തെ മോശ പറഞ്ഞയച്ചു ദേശത്തെ ഉറ്റുനോക്കാൻ. അവര് അതില് 10 പേര് വന്നത് മുന്തിരിക്കൊലയൊക്കെ ചുമന്നുകൊണ്ടാ വന്നത്, ഫലം ചുമന്നുകൊണ്ടാ വന്നത്. ആ മുന്തിരിക്കൊല ചുമന്നുകൊണ്ട് വന്നവർ വന്ന് പറഞ്ഞ കാര്യം ഇതാ, അത് നമുക്ക് പിടിച്ചടക്കുന്നത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കാലേബ് അവരെ അമർത്തിയിട്ട് പറഞ്ഞു, നോ, അത് നമ്മൾ പിടിച്ചെടുക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ ഫലം ചുമന്നുകൊണ്ട് വന്നവരല്ല വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചത്. വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചത് ആരാന്നറിയാമോ? ഫ്രൂട്ട് ചുമന്നുകൊണ്ട് വന്നവരല്ല, ആമേൻ, വാഗ്ദത്തം ചുമന്നുകൊണ്ട് വന്നവരാണ്, കർത്താവിന്റെ സാന്നിധ്യം ചുമന്നുകൊണ്ട് വന്നവരെ. കാലേബ് അതാ പറഞ്ഞത്, ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട്. അവര് ഹല്ലേലൂയ, ആമേൻ. അവിടെ കാലേബ് പറഞ്ഞൊരു കാര്യം, സംഖ്യാപുസ്തകം 14:9 കാലേബ് പറഞ്ഞ കാര്യം, യഹോവ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്.
ആമേൻ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഹല്ലേലൂയ കാലേബ് പറയുന്ന ഒരു കാര്യമാണ്. അവരെ അടക്കിയിട്ട് അവരെ നിർത്തിയിട്ട് ആമേൻ അവരോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. 13-ാമത്തെ അധ്യായത്തിൽ ആമേൻ അതിന്റെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. 30-ാമത്തെ വാക്യം, 13-ാം അധ്യായം 30-ാം വാക്യം. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അതിനെ കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. നാം ചെന്ന് ആമേൻ ഈ വർഷം ആമേൻ ഒരു ദൂതായിട്ട് ഞാൻ പറയട്ടെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അതെ ആമേൻ അത് കൈവശമാക്കുക, അതിനെ ജയിപ്പാൻ നമുക്ക് കഴിയും. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവിക വാഗ്ദത്തങ്ങളെ കൈവശമാക്കുന്ന അതേ ഹല്ലേലൂയ വചനം പറയുന്ന പോലെ ജയിപ്പാൻ നമുക്ക് കഴിയും. ആ പ്രതിസന്ധികളെ ജയിപ്പാൻ നമുക്ക് കഴിയും. കാരണം നമ്മുടെ തീരുമാനത്തിലല്ല നമ്മൾ നിൽക്കുന്നത്, തിരിച്ചറിവില്ല. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവില്ല. യേശു ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് നിങ്ങളിൽ ഇരിക്കുന്നുവെന്നും ആമേൻ ഹല്ലേലൂയ ആ ദൈവം ലോകത്തുള്ളവനേക്കാൾ നിങ്ങളിൽ ഇരിക്കുന്നവൻ വലിയവനാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ സംഖ്യാപുസ്തകം 13:30 പറയുന്ന പോലെ അതെ നാം ചെന്ന് കൈവശമാക്കുക, അതിനെ ജയിപ്പാൻ നമുക്ക് കഴിയും. ഒന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ഞാൻ ഈ വർഷം ആമേൻ എന്റെ വാഗ്ദത്തങ്ങളെ കൈവശമാക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ, മാത്രമല്ല ആമേൻ ഹല്ലേലൂയ ഇന്നുവരെ എന്നെ തോൽപ്പിച്ച പലതിനെയും ഞാൻ ജയിക്കാൻ എനിക്ക് കഴിയും. ഐ ആം വെൽ ഏബിൾ ടു ഓവർകം. ഒന്ന് പറയാമോ? ഐ ആം വെൽ ഏബിൾ ടു ഓവർകം. ആമേൻ. വിശ്വസിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പ. കർത്താവേ, ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്ന പുതിയ വർഷം അതേ കർത്താവേ ഹല്ലേലൂയ നിറവിൽ നിന്ന് ശക്തിയിലേക്ക് അത് ഹല്ലേലൂയ അത് അതുപോലെ തന്നെ വെളിപ്പെടുന്ന സീസണായിട്ട് മാറട്ടെ കർത്താവേ. നിശബ്ദതയിൽ നിന്ന് പ്രവചന അഭിഷേകത്തിലേക്ക് ഹല്ലേലൂയ ആമേൻ കർത്താവേ ഹല്ലേലൂയ ആമേൻ. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും ഞങ്ങളുടെ ഉള്ളിൽ മറഞ്ഞു കിടന്ന സൗഖ്യം, ഞങ്ങളുടെ ഉള്ളിൽ മറഞ്ഞു കിടന്ന പ്രവചനം, ഞങ്ങളുടെ ഉള്ളിൽ മറഞ്ഞു കിടന്ന സമൃദ്ധി, ഞങ്ങളുടെ ഉള്ളിൽ മറഞ്ഞു കിടന്ന ജീവൻ അത് വെളിപ്പെടുന്ന ഒരു സീസണായിട്ട് മാറട്ടെ കർത്താവേ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജീവിതത്തിൽ ഈ പുതിയ വർഷം സകലവിധ അനുഗ്രഹത്തിന്റെയും സകലവിധ സമൃദ്ധിയുടെയും സകലവിധ നിറവിന്റെയും ആമേൻ ഹല്ലേലൂയ കുതിപ്പിന്റെ ഒരു വർഷമായി മാറട്ടെ, കുതിപ്പിന്റെ ഒരു വർഷമായി മാറട്ടെ കർത്താവ്. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് ആമേൻ. അവരുടെ അകത്ത് അഭിഷേകം ഉണ്ടായിട്ടും അവർക്ക് മുന്നോട്ട് കുതിക്കാൻ കഴിയാതിരുന്ന മേഖലകളിൽ ഈ ദിവസം പരിശുദ്ധാത്മാവ് തന്നെ നിന്റെ ശക്തി കൊണ്ട് അവരെ നിറച്ച് ഉപയോഗിക്കുന്ന സീസണായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും അർക്കപ്പെട്ട യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ കേട്ട പോലെ അതെ നാം അതിനെ കൈവശമാക്കുന്ന ഒരു വർഷമായിട്ട്, നമ്മുടെ വാഗ്ദത്തങ്ങളെ നമുക്ക് ദൈവം തന്ന പ്രോമിസുകളെ കൈവശമാക്കുന്ന ഒരു വർഷമായിട്ട് ഹല്ലേലൂയ ആമേൻ. അതിന് വിരോധമായി നിൽക്കുന്ന എല്ലാറ്റിനെയും നമുക്ക് ജയിക്കാൻ കഴിയുമെന്ന ബോധ്യത്തോടുകൂടെ, തീരുമാനത്തിന്റെ ബലത്തിലല്ല തിരിച്ചറിവിന്റെ ബോധ്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വർഷമായി തീരട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഗാഡ് ബ്ലസ് യു.